എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിലേക്കൊരു തിരിഞ്ഞുനോട്ടമാണ് എന്റെ പഞ്ചായത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇടുക്കി ജില്ലയിലെ കൊക്കയാർ പഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക്കാണ് നമ്മളോടൊപ്പം ഉള്ളത്. സ്വാഗതം ശ്രീ മോളി. പഞ്ചായത്തിൽ ഇതുവരെ നടത്തിയ വികസന പ്രവർത്തനങ്ങളെയെല്ലാം എങ്ങനെയാണ് ഒന്ന് വിലയിരുത്താനാവുക? അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളികൾ ഈ കർഷകർക്കും കൃഷിക്കും ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ അവിടെ നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ കാർഷിക മേഖലയിൽ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയൊന്ന് വിലയിരുത്താമോ? അതെ, നമ്മൾ കൊക്കയ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു 13 വാർഡുകളിൽ ചെറിയൊരു പഞ്ചായത്താണ്. 13 വാർഡുകളിലായിട്ട് നമുക്ക് 12,190 പോപ്പുലേഷൻ ആണുള്ളത്. കാർഷിക മേഖലയെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ചെറുകിട ഇടത്തരം കർഷക തൊഴിലാളികളുമാണ് ഭൂരിഭാഗം ആളുകളും. കാർഷിക മേഖലയിലുണ്ടായിരുന്ന വികസന വെല്ലുവിളികൾക്ക് പരിഹാരം കാണുവാൻ വേണ്ടി ഒരു പരിധി വരെ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. കാർഷിക രംഗത്ത് ഉൽപ്പന്നങ്ങളുടെ വിലയിടിവും വിപണനവും സൗകര്യം ഇല്ലാത്തതും കാർഷിക മേഖല നേരിടുന്ന ഒരു പ്രശ്നമാണ് ഞങ്ങൾക്ക്. മൃഗസംരക്ഷണ മേഖലയിൽ അനുയോജ്യമായ സൗകര്യം ഉണ്ടെങ്കിലും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊന്നും ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത, മരുന്നുകളുടെയും കാലിത്തീറ്റയുടെയും വില വർധനവും അത് നമുക്ക് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. കൃഷിഭവന്റെ സേവനം എല്ലാ മേഖലയിലും ലഭ്യമാണെങ്കിലും ചില പ്രദേശങ്ങളിൽ നമുക്ക് എത്തിച്ചേരുന്നതിന് റോഡിന്റെ സൗകര്യം വളരെ അപര്യാപ്തമാണ്. ഗതാഗത സൗകര്യം ഇല്ലാത്തത് ഒരു പ്രശ്നം തന്നെയാണ്. റബ്ബർ, കുരുമുളക്, കാപ്പി, വാഴ അങ്ങനെയുള്ള കൃഷികളാണ് കൂടുതലായിട്ടും നമ്മുടെ പ്രദേശങ്ങളിൽ നടന്നു വരുന്നത്. പിന്നെ പ്രധാന കാർഷിക വിളകൾ നൽകി ആളുകൾ കാലി വളർത്തൽ ഒരു തൊഴിലായിട്ട് നടത്തുന്നുണ്ട്. എങ്കിലും നമ്മൾ പഞ്ചായത്തുകളിൽ നിന്ന് നമ്മൾ പോത്തുകുട്ടികളെയും പശുക്രാവുകളെയും കൊടുക്കുന്നുണ്ടെങ്കിലും അത് വേണ്ട രീതിയിൽ നമുക്കത് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. എങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് അവരൊരു സ്വയം തൊഴിൽ എന്ന രീതിയിലേക്ക് അവരെ ആകർഷിക്കുന്നതിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഈ തോട്ടം തൊഴിലാളികളും കർഷകരും എല്ലാം തന്നെ ഉള്ള ഒരു പഞ്ചായത്ത് തന്നെയാണ് കൊക്കയാർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ വന്യമൃഗശല്യം ഇടുക്കി ജില്ലയെ പ്രധാനമായും ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് വന്യമൃഗ ശല്യം തന്നെയാണ്. അത്തരത്തിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഈ ഒരു പഞ്ചായത്തിനെ ബാധിക്കുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ആളപായങ്ങളോ അങ്ങനെ വലിയ മൃഗശല്യങ്ങളോ ഉണ്ടായിട്ടില്ല. എങ്കിലും കൃഷിനാശം സംഭവിക്കുന്ന രീതിയിൽ കാട്ടുപന്നികളുടെയും കുരങ്ങുകളുടെയും ശല്യം വളരെയധികം ഉണ്ട്. അതുകൊണ്ട് കൃഷിയെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് കർഷകർക്ക് സാധിക്കുന്നില്ല. കൃഷി നന്നായിട്ട് നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്ത് പരിധി വരെ ആനയുടെ ശല്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലേക്ക് എപ്പോൾ എത്തും എന്നതിനെ പറ്റി ആകുലരായിട്ടാണ് ഞങ്ങളും കഴിയുന്നത്. തീർച്ചയായും ഈ ഒരു പന്നിശല്യം, അതോടൊപ്പം തന്നെ കുരങ്ങശല്യം, ഇതിനെയെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അവയെ ഒഴിവാക്കാനുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടത്തി വരുന്നുണ്ടോ? ലൈസൻസ് ഉള്ള ആളുകൾക്ക് പഞ്ചായത്ത് അവർക്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. തോക്കിന് ലൈസൻസ് ഉള്ള ആളുകൾക്ക് കൃഷിയിടങ്ങളിൽ നശിപ്പിക്കുന്ന പന്നികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ലൈസൻസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഈ 2021 പ്രളയം ബാധിച്ച ഒരു പഞ്ചായത്താണ്. പ്രളയത്തിന് വലിയ രീതിയിൽ ഒരു പ്രവർത്തനത്തെ, പഞ്ചായത്തിന്റെ മുഴുവൻ പ്രവർത്തനത്തെയും ബാധിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഇതിന്റെ ഒരു പുനർനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തന്നെ എങ്ങനെയാണ്? ഇതിനെ അതിജീവിക്കാൻ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്? 2021 ഒക്ടോബർ 16 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു പേടി സ്വപ്നം തന്നെയാണ്. ഇപ്പോഴും ഞങ്ങൾക്ക് അതിൽ നിന്ന് ഞങ്ങൾ മുക്തരായിട്ടില്ല. എങ്കിലും ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്നും കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രളയം ബാധിച്ച ആളുകളെ സഹായിക്കുന്നതിനും റോഡ് ഗതാഗതം സുഗമമാക്കുന്നതിനും പാലങ്ങൾ എന്ന് വെച്ചാൽ നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാമല്ലോ, ഞങ്ങളുടെ പഞ്ചായത്തിൽ 3-4 ഒരു വാർഡ് ഒഴിച്ച് ബാക്കി എല്ലാ വാർഡുകളിലും പഞ്ചായത്തിലും ഞങ്ങൾക്ക് നാശം ഉണ്ടായ ഒരു പഞ്ചായത്താണ്. അതിൽ ഞങ്ങൾക്ക് 74ഓളം പേർക്ക് പൂർണ്ണമായിട്ടും വീട് പോയ ആളുകൾക്ക് ഗവൺമെന്റിൽ നിന്ന് 10 ലക്ഷം രൂപ വീതം കിട്ടിയിട്ടുണ്ട്. അതുപോലെ 27 പേർക്ക് വീട് പോയിട്ട് അവർക്ക് 4 ലക്ഷം രൂപ വീതം കൊടുത്തിട്ടുണ്ട്. 18ഓളം പേർക്ക് 1,20,000 കൊടുത്തിട്ടുണ്ട്. 54 പേർക്ക് 60,000 രൂപ കൊടുത്തിട്ടുണ്ട്. അതിലുപരി 5% മുതലുള്ളവർക്ക് അവരുടെ ശതമാന കണക്കനുസരിച്ചുള്ള സർക്കാരിൽ നിന്ന് വാങ്ങിക്കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഞങ്ങൾ പല സന്നദ്ധ സംഘടനക്കാരെയും മതസംഘടനക്കാരും ഒക്കെ ഞങ്ങൾക്ക് വീടുകൾ വെച്ച് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പരിധി വരെ അതിൽ നിന്നും നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് 9ഓളം പാലങ്ങൾ, ചെറുതും വലുതുമായിട്ടുള്ള 9ഓളം പാലങ്ങൾക്ക് ഞങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴും അതിന്റെ പണികൾ, വലിയ പാലങ്ങളുടെ നിർമ്മാണം ഏകദേശം ഒരു 80% നിൽക്കുകയാണ്. ചെറിയ പാലങ്ങൾക്കൊക്കെ സർക്കാരിൽ നിന്ന് നമുക്കിപ്പോ MLA വഴി ഫണ്ടുകൾ അനുവദിച്ചിട്ടുണ്ട്. എങ്കിലും അത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല.
എങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന തുച്ഛമായ ഫണ്ട് കൊണ്ട് ജനങ്ങൾക്ക് ഗുണപ്രദമായ രീതിയിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. ജനങ്ങളും ഞങ്ങളും തൃപ്തരായിട്ട് തന്നെ പോകുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഇടുക്കി ജില്ല എന്ന് പറയുമ്പോൾ കൂടുതലായും ജനങ്ങളെ ആകർഷിക്കുന്നത് അവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ പഞ്ചായത്തിന്റെ പരിധിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഉണ്ടോ? അതോടൊപ്പം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നു വരുന്നത്? ഏറെ സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ്. ഇപ്പൊ നിലവിൽ ഉറുമ്പിക്കര ഒരു ഓഫ് റോഡാണ്. ഓഫ് റോഡ് ടൂറിസം മേഖലയാണ്. ധാരാളം ആളുകൾ പോകുന്ന സ്ഥലമാണ്. അവിടെ നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം വാഗമണ്ണ് ടൂറിസം മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഞങ്ങളുടെ കൊക്കയാറ്. ഞാൻ താമസിക്കുന്ന പ്രദേശം വാഗമണ്ണ് നിന്ന് നേരിൽ കാണാവുന്ന ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നേരിൽ കാണാവുന്ന ഒരു സ്ഥലമാണ്. അവിടെ നടക്കുന്ന പാരാഗ്ലൈഡിംഗ് എന്ന് പറയുന്നത് എന്റെ വാർഡില് എളങ്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് പാരാഗ്ലൈഡിംഗ് വന്ന് താഴുന്നത്. അതുപോലെ തന്നെ മാതാമക്കുളം ഈ ഭാഗത്തൂടെ കയറിയ മാതാമക്കുളം ടൂറിസമാണ്. പുതിച്ചിറപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ടൂറിസത്തിന് കൂടുതൽ സാധ്യതയുള്ളതാണ്. അതുപോലെ നമുക്ക് ഇനിയും വേണമെങ്കിൽ ഈ റോപ്പേ പോലെയുള്ള സാധനം വാഗമണിൽ നിന്നും ആളുകൾക്ക് ഈ സ്ഥലത്ത് എത്തിപ്പെടുന്നതിന് റോപ്പേ ഉണ്ടെങ്കിൽ വളരെയധികം സാധ്യതയുള്ള ഒരു പ്രദേശമാണ്. അതിനുവേണ്ടിയൊക്കെ ഞങ്ങൾ DTPC ആയിട്ടും MLA വഴി സർക്കാരിലേക്കൊക്കെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സർക്കാരിൽ നിന്നും ടൂറിസത്തിന് സാധ്യതകൾ നമുക്ക് തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഈ ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണോ ഇത്? വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിപ്പോ ഏറ്റവും കൂടുതൽ ഞങ്ങൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നമാണ്. കുടിവെള്ള പ്രശ്നത്തിന് ഏറ്റവും രൂക്ഷമായ പ്രദേശമാണ്. എങ്കിലും ഞങ്ങൾക്ക് കിട്ടുന്ന ഫണ്ട് കൊണ്ട് കുടിവെള്ളത്തിന് വരുന്ന ഫണ്ടുകൾ എല്ലാ വാർഡുകളിലും പ്രശ്നം കൂടുതലുള്ള മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് വാർഡ് തിരിച്ച് ഫണ്ടുകൾ വീതിക്കാതെ തന്നെ കുടിവെള്ള പ്രശ്നം ഏറ്റവും കൂടുതലുള്ള ഭാഗങ്ങൾ കണ്ടുപിടിച്ച് അവർക്ക് ഫണ്ടുകൾ കൊടുത്ത് അവിടുത്തെ ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നുള്ള ഒരു സൗകര്യം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മളിപ്പോ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഫണ്ടുകൾ എത്രത്തോളം കിട്ടിയാലും നമ്മുടെ പഞ്ചായത്തിൽ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. എന്നുവെച്ചാൽ കൂടുതലും മലയോര മേഖല ആയതുകൊണ്ട് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ജലജീവൻ പദ്ധതി പോലെയുള്ള ഒരു പദ്ധതികൾ ഈ പഞ്ചായത്തിൽ കിട്ടുകയായിരുന്നെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിലെ ആളുകളുടെ കുടിവെള്ള ക്ഷാമം പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ പറ്റും. ഇപ്പം കുഴൽക്കിണറുകൾ അടിച്ചിട്ട് പമ്പ് സെറ്റ് വെച്ചിട്ട് മോട്ടോർ 10-40 വീടുകൾക്ക് ഒരു കൂട്ടായ്മ 40 വീട് വെച്ച് ഡിവൈഡ് ചെയ്ത് നമ്മൾ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രദേശത്തെ എല്ലാവർക്കും വീട് ഈ ലൈഫ് ഭവന പദ്ധതി ആയാലും അതോടൊപ്പം തന്നെ PMAY പദ്ധതി പ്രകാരമാണെങ്കിലും വീടുകൾ എല്ലാവർക്കും എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വീടുകൾ നമുക്ക് ഇപ്പൊ നല്ലൊരു ശതമാനത്തോളം ആളുകൾക്ക് വീട് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയിൽ നമ്മൾ വീടുകൾ കൊടുത്തോണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ PMAYയുടെ ലിസ്റ്റുകൾ വീടുകൾ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും നമുക്കൊരു വെല്ലുവിളി നേടുന്ന പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ 1 ഏക്കറിന് മുകളിൽ 2 ഏക്കറിന് മുകളിലുള്ള ആളുകളെ PMAYയിലും ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്താത്ത ഒരു സാഹചര്യമുണ്ട്. അവിടെയൊന്നും ആൾക്കാർക്ക് ഈ പ്രളയം ബാധിച്ചതിന് ശേഷം അവിടെയൊന്നും വീട് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പൊ നമുക്ക് എസ്റ്റേറ്റ് മേഖലകളിൽ ഭൂമികൾ കിടപ്പുണ്ട്. അതൊന്ന് നമുക്ക് ഇതുപോലെ ഭൂമി വീട് സ്ഥലവും ഇല്ലാത്ത ആളുകൾ ഭൂമി വാങ്ങലിന് നമുക്ക് ഫണ്ടിന്റെ കുറവുണ്ട്. അപ്പം ഈ എസ്റ്റേറ്റ് പോലെയുള്ള മേഖലകളിൽ നിന്നും വീട് വെക്കുന്ന സ്ഥലം കണ്ടെത്തി കിട്ടുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഭൂമി വീട് എന്നുള്ള ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ പിന്നാക്ക വിഭാഗങ്ങൾക്കായിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തി വരുന്നത്? ST മേഖലയിൽ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ നമ്മളിപ്പോൾ ഏകദേശം ചെയ്തിട്ടുണ്ട്. പിന്നെ SC കുട്ടികൾക്ക് നമ്മൾ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ലാപ്ടോപ്പ് പഠനോപകരണങ്ങൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്വയം തൊഴിലിന് വേണ്ടി തയ്യൽ പരിശീലനം, ബ്യൂട്ടി പാർലർ പരിശീലനം എന്നിവ ചെയ്യുന്നുണ്ട്. അതുപോലെ ഭിന്നശേഷി കുട്ടികൾക്ക് നമ്മൾ കലോത്സവങ്ങൾ നടത്തുന്നുണ്ട്. അവരുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് പ്രോത്സാഹനങ്ങളും കൊടുക്കുന്നുണ്ട്. വയോജനങ്ങൾക്ക് ഉല്ലാസയാത്ര നമ്മൾ നടത്തുന്നുണ്ട്. അവരെ ഒരു ദിവസം ഉല്ലാസയാത്ര കൊണ്ടുപോയി അവരുടെ അന്നത്തെ ഒരു ദിവസം അവർക്ക് സന്തോഷത്തിന് വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടെത്തി അവരെ അവിടെ കൊണ്ടുപോയി ഒരു ദിവസത്തെ സമയം ചെലവഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൽ സ്റ്റേറ്റിനകത്ത് തന്നെ നമ്മളൊരു വലിയ കളിക്കളം നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ കുറെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സാംസ്കാരിക നിലയം, വായനശാല പോലെയുള്ള അവിടങ്ങളിലൊക്കെ നമ്മൾ ആളുകൾക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായും. ഒപ്പം തന്നെ ഈ മഹാത്മാ പുരസ്കാരം, ശുചിത്വ പദവി തുടങ്ങിയ നേട്ടങ്ങൾ കൂടി കൈവരിച്ചിട്ടുള്ള ഒരു പഞ്ചായത്താണ് എന്നറിയാൻ സാധിക്കുന്നു. ഈ ഒരു നേട്ടങ്ങൾ എങ്ങനെയാണ് കരസ്ഥമാക്കിയത്? ഇപ്പോഴും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടർന്ന് പോരുന്നുണ്ടോ?
മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിൽ പ്രവൃത്തിയുടെ കാലഘട്ടത്തിൽ നമുക്ക് മഹാത്മാ പുരസ്കാരം ഇടുക്കി ജില്ലയ്ക്ക് 1ാം സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നു. തുടർന്നും നമ്മൾ ഇതുവരെ ഇപ്പോഴും നമ്മൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവൃത്തികൾ 100% നമ്മൾ ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട്. അത് വ്യക്തിഗത ആനുകൂല്യമാണെങ്കിലും മറ്റുള്ള ആനുകൂല്യങ്ങളാണെങ്കിലും നമ്മൾ മേറ്റുമാർ കൃത്യമായിട്ടും ഓരോ തൊഴിലാളികൾക്കും 100 തൊഴിൽ ദിനം കൊടുക്കുന്ന രീതിയിൽ തന്നെ മേറ്റുമാരുടെ ഭാഗത്തു നിന്നും നല്ല ഒരു സഹകരണം ഉണ്ടാകുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ മാലിന്യ സംസ്കരണ രംഗത്തും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും എല്ലാം പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് പഞ്ചായത്തിൽ മുന്നോട്ട് പോകുന്നത്? MCFകൾ, ബയോബിനുകൾ എല്ലാം തന്നെ സ്ഥാപിക്കാനെല്ലാം സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് MCF നമ്മൾ പഞ്ചായത്തിനോട് ചേർന്ന് പഞ്ചായത്ത് വക സ്ഥലത്ത് 1000 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ MCF ചെയ്തിട്ടുണ്ട്. MCFന് ചുറ്റുമതിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ജലസേചന സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫയർ സ്റ്റേഷൻ വെച്ചിട്ടുണ്ട്. അതുപോലെ വെയിൻ മെഷീൻ വെച്ചിട്ടുണ്ട്. ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വാർഡുകളിൽ നിന്ന് എല്ലാ വാർഡിലും ഹരിതകർമ്മ സേന 2 അംഗങ്ങളുടെ പ്രവർത്തനം നമുക്ക് നടക്കുന്നുണ്ട്. എല്ലാ മാസം 20-ാം തീയതിക്കുള്ളിൽ അവര് വീട് വിസിറ്റ് ചെയ്ത് കളക്ഷൻ എടുത്തുകൊണ്ട് നമ്മുടെ മിനി MCF വെക്കുകയും മിനി MCFിൽ നിന്നും അത് തരം തിരിച്ച് MCFിലേക്ക് കൊണ്ടുവരികയും അവിടുന്ന് നമ്മളത് സെഗ്രിഗേറ്റ് ചെയ്ത് ഹരിത മിഷൻ കേരള മിഷൻ കൊടുക്കുന്നുണ്ട്. അഥവാ അവർ എടുക്കാൻ താമസിക്കുകയാണെങ്കിൽ ഞങ്ങള് വേറെ എക്കോമിത്ര എന്ന് പറയുന്ന ഒരു ഏജൻസി വഴി ഞങ്ങളത് നിർമ്മാർജ്ജനം ചെയ്യുന്നുണ്ട്. എന്തായാലും പഞ്ചായത്തിൽ മാലിന്യം മുക്തമാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതേപോലെ സെക്രട്ടറി, AIS, HI, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര്, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, കുടുംബശ്രീ ചെയർപേഴ്സൺ എന്നിവരുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും നമ്മൾ കടകളും സ്ഥാപനങ്ങളും പോകുന്നുണ്ട്. അവിടെ പോയി നമ്മൾ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഫൈൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ടും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് 23 ഹരിതകർമ്മ സേന അംഗങ്ങളുണ്ട്. അവർ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അവരുടെ വരുമാനം നമുക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. വീടുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ഒരാൾക്ക് പോലും 5000 രൂപ കൂടുതൽ വരുമാനം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ വീടുകളിൽ ഞങ്ങൾ വയോബിന്നുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ അംഗൻവാടികളിൽ വയോബിന്ന് കൊടുത്തിട്ടുണ്ട്. സ്കൂളുകളെ എല്ലാം ഹരിത ഇതായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ അംഗൻവാടികൾ എല്ലാം തന്നെ ഞങ്ങൾ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് എല്ലാം പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി ഈ ഒരു ഭരണകാലയളവിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഇനി ഭാവിയിൽ എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്? ഇപ്പൊ മെയിനായിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ PHSC മേലോരം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അവിടെ നമുക്ക് പ്രളയത്തിന് ശേഷം റോഡുകളെല്ലാം നാശമായതുകൊണ്ട് നമുക്ക് യാത്രാ സൗകര്യം വളരെ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. ജനങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് അവിടെ OP ഒക്കെ വളരെ കുറവായിരുന്നത് കൊണ്ട് ഞങ്ങളത് കെട്ടിടവും നമുക്ക് ഉപയോഗശൂന്യമായിരുന്നു. വെച്ചാൽ ഫിറ്റ്നസ് കിട്ടാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ നമ്മളത് കൊക്കയാർ പഞ്ചായത്തിനോട് ചേർന്ന ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മളിപ്പോ PHSC മാറ്റിയിരിക്കുകയാണ്. അവിടെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ദിവസം 150ഓളം പേഷ്യൻസ് വരുന്നുണ്ട്. ലാബിൽ തന്നെ 100-100ഓളം പേര് ടെസ്റ്റിങ്ങിന് വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഈ പഞ്ചായത്തിന്റെ സമീപം ബോയ്സ് എസ്റ്റേറ്റിലോട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് സ്ഥലം ഞങ്ങൾക്ക് വിട്ടു തന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ PHSC ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തുടർ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം, ഇനി അത് ചെയ്യണമെന്നുള്ളത്. അതുപോലെ തന്നെ ഹോമിയോയും ആയുർവേദവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വെറ്റിനറി ഉണ്ട്, അക്ഷയ സെന്റർ ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ ചെറിയ പഞ്ചായത്താണെങ്കിലും ഞങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഗ്രാമസഭകൾ, വർക്കിംഗ് ഗ്രൂപ്പുകൾ, അങ്ങനെ സമിതികളെ വിളിച്ചുകൂട്ടി അവർ വരുന്ന നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും ആളുകൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവരിൽ നിന്നും അവരുടെ ആശയങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞങ്ങൾ പദ്ധതികളെല്ലാം ഏറ്റെടുത്ത് നടത്തുന്നത്. തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭരണകാലയളവിൽ കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൊക്കയാർ പഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക്കാണ് നമ്മളോടൊപ്പം ചേർന്നത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി മോളി. ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം.